ഹായ്. UGC നെറ്റ് നേടുക അല്ലെങ്കിൽ JRF നേടുക എന്ന് പറയുന്നത്, ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വിദ്യാർത്ഥിനികൾക്കിടയിൽ. അതേപോലെ തന്നെ അധ്യാപകരായി നിൽക്കുന്ന ആളുകൾക്കിടയിലും വലിയൊരു ആഗ്രഹമാണ്, വലിയൊരു സ്വപ്നമാണ് UGCയുടെ നെറ്റ് ക്രാക്ക് ചെയ്യുക, JRF ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ, പരീക്ഷ എഴുതുന്നവർക്കിടയിൽ വലിയ ആശങ്കയുള്ളൊരു കാര്യം കൺഫ്യൂഷൻസുകളാണ്. നിങ്ങൾക്കറിയാം, JRF ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന സമയത്ത്, കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പഠിച്ചതിൽ ചിലത് കൺഫ്യൂഷൻസ് ആകുന്നു. ചില സമയത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് കോഡിങ്ങോ അല്ലെങ്കിൽ ടിപ്പുകളോ മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആകെ മൈൻഡിൽ നിന്ന് പോയി, അല്ലെങ്കിൽ അത് എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല എന്നുള്ള ആശങ്കകൾ പലപ്പോഴും പറയാറുണ്ട്. ആ കാരണം കൊണ്ട് തന്നെ ചെറിയ പോയിന്റുകൾക്ക് JRF നഷ്ടപ്പെടുന്ന ആളുകൾ, UGC നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്ന ആളുകൾ അവരുടെ സങ്കടങ്ങൾ പറയാറുണ്ട്. കട്ട് ഓഫ് മാർക്ക് വരുന്ന സമയത്ത് ഇത്ര പോയിന്റാണ് പോയത്, ഞാൻ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു എന്ന് പറയാറുണ്ട്. എഡ്ഫിൽ ലേണിംഗ് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുകയാണ്. എഡ്ഫിൽ ലേണിംഗിന്റെ UGC നെറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ മാസം മുതൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നുണ്ട്. വെബിനാറുകളുണ്ട്, വർക്ക്ഷോപ്പുകളുണ്ട്, ഒരുപാട് പ്രോഗ്രാംസുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് UGC നെറ്റ് JRF ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. പൂർണ്ണമായും നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയാണ് ഇതിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ, ഏതെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സുകൾ നിങ്ങൾക്ക് നൽകപ്പെടുന്നത് എന്നതാണ്. എന്താണ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത്? പ്രധാനമായും 4 കാര്യങ്ങളാണ് ടിപ്സ് ആൻഡ് ട്രിക്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. UGC നെറ്റിന്റെ ജനറൽ പേപ്പർ ആണെങ്കിലും സബ്ജക്ട് പേപ്പർ ആണെങ്കിലും എഡ്ഫിൽ എല്ലാ കോഴ്സുകളും അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് 4 കാര്യങ്ങൾ കിട്ടും. നമ്പർ 1 കൺഫ്യൂഷൻസുകളാണ്. എന്താണ് കൺഫ്യൂഷൻസുകൾ? നിങ്ങൾ സാധാരണ പഠിക്കുന്ന സമയത്ത് ഒരേപോലെയുള്ള ചില മാറ്ററുകൾ വരും. അതിന്റെ സിമിലർ ആയിട്ടുള്ള, അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരേപോലെയുള്ള മറ്റൊരു ഫാക്ട്സും വരും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ, ഇതാണോ അതാണോ? പ്രത്യേകിച്ച് ഈ ജനറൽ പേപ്പറിലൊക്കെ കൺഫ്യൂഷൻ അടിക്കുന്ന കുറേ മേഖല, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും കൺഫ്യൂഷനുകളുടെ ഒരു പെരുമഴ തന്നെ വരാറുണ്ട്. സബ്ജക്റ്റ് വിഷയങ്ങളിൽ, ലിറ്ററേച്ചർ വിഷയങ്ങളിലും ചില സമയങ്ങളിൽ, ഇപ്പൊ ബുക്സുകൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻസ് വരാറുണ്ട്. അപ്പൊ കൺഫ്യൂഷൻസുകൾ വരുന്ന ഏരിയകൾ നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോകൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ആ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സുകൾ നിങ്ങൾക്ക് നൽകും. അതിലൊന്ന് കൺഫ്യൂഷൻസ് ആണ്. നമ്പർ 2 ടിപ്പുകളാണ്. പഠിക്കുന്ന സമയത്ത് ചില ടിപ്പുകൾ ഓർത്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും. നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസുകൾ നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മളത് അടുക്കും ചിട്ടയായി ടിപ്പ് നൽകിക്കൊണ്ടാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ നമുക്ക് അത് ഓർമ്മ വരും. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. 3ാമത്തെ ട്രിക്കുകളാണ്. ചില കാര്യങ്ങൾ ട്രിക്സ് വേണം, ചില ഐഡിയകൾ വേണം. ട്രിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കത് വലിയ ബെനിഫിറ്റ്സുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. നമ്പർ 4 ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ കോഡിങ്ങുകളാണ്. നിങ്ങൾക്കറിയാം, കോഡിംഗ് എന്ന് പറയുന്നതിനൊപ്പം എഡ്യൂക്കേഷനിൽ വലിയ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് സയന്റിഫിക്കലി പറയുന്ന കോഡിങ്സ് അല്ല, നമ്മൾ കോഡ് ചെയ്ത് വെക്കും. നമ്മൾ കൃത്യമായി ചില ഐഡിയാസ് വെച്ച്, ചില കണക്ഷൻസ് വെച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞെടുത്ത് കോഡിങ്ങുകളിലേക്ക് കൊണ്ട്, പ്രത്യേകിച്ച് ബുക്സിന്റെ കേസിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. ശരി, ഇത്തരം 4 കാര്യങ്ങളിലൂടെ UGC നെറ്റ് JRF കരസ്ഥമാക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, എല്ലാ പരീക്ഷ എഴുതുന്ന ആളുകൾക്കും വളരെ ഉപകാരപ്പെടുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് പ്രോഗ്രാം എഡ്ഫിൽ ലേണിംഗിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുകയും വരാനിരിക്കുന്ന UGC നെറ്റ് എക്സാമുകളിൽ, ഇയർലി വരുന്ന 2 പരീക്ഷകളിൽ നെറ്റും JRFും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുകയും ചെയ്യുക. എഡ്ഫിൽ നിങ്ങളോടൊപ്പമുണ്ട്. UGC നെറ്റ് JRF ക്രാക്ക് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓൾ ദ ബെസ്റ്റ്.